പാത്തു അവളെ നഖമൊക്കെ ക്ലീനാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാട്ടുന്നത് പാത്തു? പാത്തു പാത്തു എന്താ കാട്ടുന്നത്? എന്താ കാട്ടണെന്ന് പാച്ചു പഴയ ഒരു കുപ്പായ ഉണ്ട് കേട്ടോ. അപ്പം അതെടുത്തിട്ട് ഡ്രസ്സ് അടിക്കണം. നോക്കട്ടെ, ഒരു ടൈലറാന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് അടിക്കാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇനി ഇത് വെച്ചിട്ടൊരു ഡ്രസ്സ് പാത്തുക്ക് ഇങ്ങനെ സെറ്റാക്കി കൊടുക്കണം. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ പരിപാടി, ഇന്ന് സൺഡേ ദിവസമാണ് കേട്ടോ. ഇന്ന് കുട്ടികളൊക്കെ ഉറങ്ങി രാവിലെ പരിപാടിയൊക്കെ ഫുഡിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ കുറച്ച് പണികളുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ പണികളൊന്നും ഫുള്ളായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വാഷിംഗ് മെഷീനൊന്ന് ഫിറ്റ് ചെയ്യണമായിരുന്നു. പക്ഷെ ഫിറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. തൊടുന്നില്ല, തൊട്ട് കഴിഞ്ഞ് ചിലപ്പോൾ കയ്യിരിപ്പായാലോ. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് ശരിയാക്കണമെങ്കിൽ ഞാൻ ആളിനെ വിളിക്കണം. അപ്പോൾ മെഷീൻ ഫിറ്റിങ്സിൻ്റെ ഒരു പരിപാടിയുണ്ട്. പിന്നെ ക്ലീനിങ്ങാണ് നടത്തുകൊണ്ടിരിക്കുന്നത്. ക്ലീനിങ് ചെയ്യുക, ഫുഡിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി. ഇനി ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ മക്കൾ ഫുഡൊക്കെ കൊടുത്ത് മക്കളൊക്കെ ഒന്ന് ഉറങ്ങി. നമ്മുടെ ഓട്ടോമാറ്റിക്കിൻ്റെ മെഷീൻ ഇവിടെ ഇട്ടിട്ടുണ്ടായി. പുറത്ത് ഇതേപോലെ ക്ലീനാക്കിയിട്ട് വരാന്തൊക്കെ ക്ലീനാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വരാന്തൊക്കെ ക്ലീനാക്കിയിട്ട് ഞാൻ വാഷിംഗ് മെഷീൻ പുറത്തേക്ക് ഇട്ടു, നോർമൽ വാഷിംഗ് മെഷീൻ. അപ്പം ഇവിടെയൊക്കെ ക്ലീനാക്കിയിട്ടുണ്ടായി. ഇനി മുറ്റം ഉച്ചരിഞ്ഞിട്ടൊന്ന് തൂത്ത് വൃത്തിയാക്കും. അപ്പോൾ നല്ല വെയിലല്ലേ, ഇപ്പം ചെയ്യണ്ട. രാവിലത്തെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇത് ഞങ്ങളുടെ യൂസ് ചെയ്യാത്തൊരു ബാത്റൂമായിരുന്നു. പുറത്ത് വിറക് വര ഇല്ലാത്തത് കൊണ്ട് ഇതിവിടെയാണ് വിറകൊക്കെ അടക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുൾ വിറക് ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ചെതലും പിന്നെ അധികം മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കലും കുറച്ച് ചാക്കുകളൊക്കെ ഒഴിവാക്കാനും ചകിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീനാക്കലായിരുന്നു ഡ്യൂട്ടി. ഇതൊക്കെ ആയിരുന്നു കേട്ടോ. കടയിൽ നിന്ന് കുറേ ചാക്ക് കൊടുത്തിട്ടുണ്ടായി. പൊറോട്ട, ചപ്പാത്തി അങ്ങനെയുള്ള കടയാണല്ലോ. മൈദ ഇറക്കണമെങ്കിൽ ഈ ഒരു ചാക്ക് ഫുള്ളും ചാക്കുകളാണ്. ഇതൊക്കെ കഴുകിയിടണം. ഇതൊക്കെയായിരുന്നു രാവിലത്തെ പണികൾ കേട്ടോ. പണികൾ പറഞ്ഞു വെക്കുമ്പോൾ അപ്പോൾ ഞങ്ങളുടെ പാത്തു ഇങ്ങനെ, ഞാൻ അതിന് പോകുമ്പോൾ ഇതിന് പോകുമ്പോഴൊക്കെ എൻ്റെ പിന്നാലെ നടക്കുകയാണ് കേട്ടോ. എന്താ ഇവിടെ ഇങ്ങനെ ക്യാമറ പിടിച്ച് നടക്കണം നോക്കുക. തുടയ്ക്കാനുള്ള വെള്ളം എടുക്കട്ടെ. വെള്ളം സിങ്കിൽ നിന്ന് അങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പാത്തു വന്നിട്ട് സെറ്റിയിലാണ് കയറി കിടന്നു കേട്ടോ. അപ്പോൾ എന്ത് കണ്ടിട്ട് അവിടെ എണിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, വടിയേറ്റ് അവളെ എണിച്ച് തള്ളി നിലത്തേക്ക് ആക്കിയതാണ് കേട്ടോ. എന്നിട്ട് അവൾ മാറുന്നത് എൻ്റെ കാലിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു തുട കഴിഞ്ഞ വരെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സെറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ടു. പുതപ്പാണ്, ഒരു പുതപ്പ് പോലത്തെ സംഭവമാണ് വിരിച്ചിരുന്നത്. അപ്പം എല്ലാം കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ നോക്കുമ്പോൾ അതിലെന്തോ കരട് കണ്ടു. അപ്പം ഞാൻ വേറെ വെള്ളം കുടിച്ചു കേട്ടോ. അപ്പോഴാണ് നമുക്ക് അടുത്തൊരു ആൾ എണീറ്റ് വന്നത്. കരഞ്ഞിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനതാണ് നോക്കുന്നത്. എണിച്ച് വന്നു, ഉറക്കം കഴിഞ്ഞിട്ട് എണിച്ച് വന്നു. ജസ്റ്റ് തൊടയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി പണികൾ കിടക്കുന്നത് നമ്മുടേതായ പണികൾ കുറച്ചും കൂടി ഉണ്ട്. അപ്പം ഇനി ആളിനെ എടുക്കണം. വാ വാ വാ
ഇനി ഇവനൊന്നും കൂടി ഉറക്കാൻ പറ്റുമോ നോക്കട്ടെ. പണികൾ തീർന്നിട്ടില്ല. കുളിക്കണം. കുളി കഴിഞ്ഞിട്ട് വേണം നിസ്കരിക്കാൻ. സമയം ഏകദേശം 3:15 സോ പോയിട്ട് ഒന്നുകൂടി ഉറക്കി കൊടുക്കട്ടെ കേട്ടോ ഗൈസ്. ഉറക്കട്ടെ കേട്ടോ ഒന്നുകൂടി. ഉറക്ക കഴിഞ്ഞില്ലേ? എന്നാ വേഗം ചായ കുടിച്ചോ. എന്താ പറയാൻ? കടല കൊടുക്കല്ലേട്ടോ കുട്ടിക്ക്. എന്ത് തൊള്ളയില് തുപ്പിയ എന്താ കടല കൊടുക്കണ്ട. അപ്പം എല്ലാവരും നീച്ച് വന്ന് ചായയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി. മുറ്റം നല്ല കരടുണ്ടായിരുന്നു. ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ടും ഒക്കെ ആയിട്ട് കുറച്ചധികം കരടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കലും ചകരിയൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ ഒന്ന് ചാക്കിലാക്കി വെച്ച് ഫുള്ളൊന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ടായി. ഇപ്പോൾ കുട്ടികളൊക്കെ അതേ രീതിയിലൊക്കെ ചാടി എനിക്ക് നടന്ന് കളിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് പാത്തുപെണ്ണ് ഇവിടെ ബോൾ തട്ടി കളിക്കുന്നത് കണ്ടത്. അപ്പോൾ അതൊന്ന് ഷൂട്ട് ചെയ്തു. അവൾക്ക് എന്തെങ്കിലും ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര തട്ടിക്കളിക്കൽ കൂടുതലാണ്. നല്ല രസമാണ് കളിക്കുന്നത് ഇങ്ങനെ കണ്ടിരിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് അവിടെയൊക്കെ തീയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറമ്പിൽ നോക്കിയപ്പോൾ നന്നായി മുരിങ്ങക്കായൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുരിങ്ങക്കായ ഡിഷസ് ആവും. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.